കൊക്കക്കാപ്പഴം. നമുക്ക് ഈ കൊക്കക്കാപ്പഴം ഒന്ന് പൊട്ടിച്ച് നോക്കാവേ എങ്ങനെ ഉണ്ടെന്നേ. നല്ല പഴുത്തതാണോ എന്ന് നോക്കാം. ഇച്ചിരി കൊക്കക്ക കിട്ടിയായിരുന്നേ, അങ്ങനെ ഇന്ന് വെട്ടിക്കൊണ്ട് ഹായ് ഇത് വേണ്ട അമ്മുക്കുട്ടി എന്നാ അത് കൊള്ളാട്ടാ. അമ്മുക്കുട്ടി ഇവിടെ പാഴയുടെ പുറത്ത് കയറി ഇരിപ്പുണ്ട്. വലിക്കട്ടെ, പിടിച്ചോ. പഴയ കാലത്ത് നമ്മുടെ എല്ലാ പരിപാടികളും നല്ല രസമാണ്. നമ്മളെ ഞാൻ സൂത്രം കാണിക്കാവേ. ഇത് ഞങ്ങളുടെ പതിക്കമലയിലെ വീടാട്ടോ. ഇത് കണ്ടോ, ഇത് പേര നിൽക്കുന്നുണ്ടോ? പേരയ്ക്ക ഉണ്ടേ. ഞങ്ങളിന്ന് ഞായറാഴ്ച കയറി വന്നാണ്. ഇതുണ്ടോ ചാമ്പങ്ങ ഇവിടെ പൂത്ത് വരുന്നതേ ഉള്ളൂ. ചാമ്പയിൽ നിറച്ച് പൂത്ത് വരുന്നുണ്ട്. ഇനി ഞങ്ങൾ വരുമ്പോഴത്തേന് ഇത് നിറച്ച് ചാമ്പങ്ങ കായ്ച്ച് നിൽക്കാൻ നേരപ്പത്തേന് ഞാൻ വീഡിയോ എടുത്തിട്ടേക്കാവേ. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ താഴെയായിട്ട് നിൽക്കുന്ന മാവാട്ടോ. ആ മാവയിൽ മാങ്ങ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. കാണാമോ കിടക്കുന്നത്? പിന്നെ കപ്പളത്തിൻ്റെ ഒരവസ്ഥ കണ്ടോ. അയ്യോ, കപ്പളം ഇങ്ങനെ ഉണങ്ങി വരണ്ട് പോയി. മുട്ടപ്പഴം കേട്ടോ. മുട്ടപ്പഴം ഒന്നും കാണാനില്ല, എല്ലാം തീർന്ന് ഇരിക്കുക. ഇച്ചിരി കൂടെ കഴിയുമ്പോഴേ മുട്ടപ്പഴം ഉണ്ടാവുള്ളൂ. ഇവിടെ ആയിരുന്നു ഞങ്ങൾ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഞങ്ങൾ താഴെയാട്ടോ. ഞങ്ങളിപ്പോൾ പറമ്പിൽ വന്നതാണ്. അതുകൊണ്ട് കരിയാപ്പ്, ഇവിടെ മാവ്, ഇവിടെ ഞങ്ങൾക്ക് എല്ലാം ഉണ്ട് കേട്ടോ. കാപ്പിക്കുരു, കൊക്കക്ക ഉണ്ടാകാൻ ഞങ്ങൾ വെച്ച് കുറച്ച് കൊക്കക്ക ഒക്കെ പറിച്ച് അതെല്ലാം പൊട്ടിച്ച് വേണം കൊണ്ടുപോകാൻ ഇനി വീട്ടിലോട്ട് താഴോട്ട് പോകുമ്പോൾ. ഇവിടെ നല്ല കാറ്റാട്ടോ. എപ്പോഴും ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുവേ. നല്ല രസമൊക്കെ കാണാനായിട്ട്. പ്രകൃതി രമണീയമായ സ്ഥലമാണ്. പക്ഷേ ഇങ്ങോട്ട് വണ്ടികളൊന്നും അങ്ങനെ കയറി വരികയല്ലേ. അതുകൊണ്ടാണ് ഞങ്ങൾ പിള്ളേരെ പഠിപ്പിക്കണമല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞങ്ങൾ താഴോട്ട് പോയത്. എന്തോ എന്നാൽ ശരി കേട്ടോ.